നമുക്കൊക്കെ എപ്പോഴും ഭയങ്കര തിരക്കാണ്, തിരക്കാണ്. പക്ഷെ എന്തിനാണ് ഈ തിരക്കെന്ന് ചോദിച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഉത്തരവൊന്നുമില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മളുടെ ഓട്ടം തുടങ്ങും. എൻഡ് ഓഫ് ദി ഡേ നമ്മളോട് തന്നെ ചോദിക്കും, എന്ത് നമ്മൾ ഇന്ന് നേടിയെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് നമുക്കൊരു ഉത്തരവില്ല. അതൊരു വലിയ ചോദ്യചിഹ്നമാണ് എപ്പോഴും. പക്ഷേ ഈ തിരക്കുകളൊന്നും ഇല്ലാത്ത ഒരുപാട് പേര് നമ്മളുടെ ചുറ്റും നമുക്കിടയിലും ഒക്കെ ജീവിച്ചിരിക്കുന്നുണ്ട്. ഇവരുടെ ഒരു തിരക്കെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അവരുടെ വേദനയും സങ്കടവും ആകുലതയും നിരാശയും എല്ലാമാണ്. അങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ അടുത്തേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്നത്. നമ്മളിപ്പോൾ എറണാകുളത്തുള്ള ആൽഫ പെയിൻ ക്ലിനിക്കിൻ്റെ ഓഫീസിലാണ്. ഇത് ആക്ച്വലി കടവന്ത്ര ജംഗ്ഷനിൽ ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ 2nd ഫ്ലോറിലാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ആൽഫ പെയിൻ ക്ലിനിക്ക് സ്വാന്തന ചികിത്സാ രംഗത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇപ്പോൾ 8 വർഷത്തോളം ആകുന്നു. ഒരു ചെറിയ ഗ്രാമത്തിൽ ചെറിയ രീതിയിൽ തുടങ്ങിയ ഈ പ്രസ്ഥാനം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോം കെയർ നൽകുന്ന പ്രസ്ഥാനമായിട്ട് വളർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഏറ്റവും വലിയ കരം എന്ന് പറയുന്നത് ഞങ്ങളുടെ ചെയർമാൻ ശ്രീ KM നൂറുദ്ദീൻ്റെ പ്രവർത്തനങ്ങളും സന്മനസ്സുമാണ്. അദ്ദേഹത്തോടൊപ്പം വളരെയധികം ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 1 വർഷം മുമ്പ് തുടങ്ങിയ ഈ ക്ലിനിക്ക് വളരെ അഭൂതപൂർവമായ വളർച്ച കൈവരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കണക്കുകൾ ആ രീതിയിലാണ് ചൂണ്ടിക്കാണിക്കുന്നത്. രോഗികളുടെ രജിസ്ട്രേഷനിലായാലും സപ്പോർട്ടേഴ്സിൻ്റെ നമ്പറുകളിലായാലും വോളണ്ടിയേഴ്സിൻ്റെ നമ്പറുകളിലൊക്കെ ഈ വളർച്ച കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ ആൽഫ കൊച്ചിയുടെ ഒരു സന്നദ്ധ പ്രവർത്തകയാണ്. കൊച്ചി യൂണിറ്റ് തുടങ്ങിയിട്ട് 1 വർഷമായി. ക്യാൻസർ പോലെയുള്ള മാറാവ്യാധികൾ, ചലനശേഷി നഷ്ടപ്പെട്ടവർ, സ്ട്രോക്ക് വന്നിട്ട് കിടപ്പിലായവർ, വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ കൊണ്ട് കിടപ്പിലായവർ, ഇങ്ങനെയുള്ളവരെ നമ്മൾ ആൽഫ പോലുള്ള പാലിയേറ്റീവ് സെൻ്ററിൽ കൊണ്ടുവരികയും അവർക്ക് ജീവിതത്തിൻ്റെ അന്ത്യം വരെ ക്വാളിറ്റി ഓഫ് ലൈഫ് നൽകാനുമാണ് ആൽഫ ശ്രമിക്കുന്നത്. ഇനി ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ വേദന അനുഭവിക്കുന്ന ഒരുപാട് പേരുടെ ഇടയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഞാൻ മുഹമ്മദ്, എൻ്റെ വയസ്സ് 30. ഞാൻ കൊണ്ടുപോവുകയാണ്. എൻ്റെ മകൻ മുഹമ്മദ് റിയാസ്, വയസ്സ് 39. ഞങ്ങൾ കൊടുങ്ങല്ലൂരാണ് താമസിക്കുന്നത്. ഞാൻ എന്നെ കൊണ്ടുപോയിരുന്നു. അവളോട് ആയിരുന്നത് അവൻ ഡൽഹി പോലീസ് വർക്ക് ചെയ്യുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് പോകാൻ 2 മണിക്കൂർ യാത്രയുണ്ട്. പോകുമ്പോഴാണ് പറ്റിയത്. ബാക്കിൽ നിന്ന് വണ്ടി ഇടിച്ച് മറിഞ്ഞ് വീണ് ബോധം കെട്ടി കിടക്കുന്നത്. വേറെ പോലീസ് വണ്ടി വന്ന് കണ്ട് അവർ കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്കാണ്. ഹെഡ് ഇഞ്ചറി ICUയിൽ കിടന്നു. പിന്നെ ഇൻഫെക്ഷൻ കൂടി വേറെ ICU മാറി വാങ്ങിച്ച് അതിൽ പിന്നെ രക്ഷപ്പെട്ടത്, ഡിസ്ചാർജ് ചെയ്ത്. ഡോക്ടറോട് ചോദിച്ച് നാട്ടിലോട്ട് പോന്നു. വൈദ്യൻ രക്ഷപ്പെടും നാടി പിടിച്ചിട്ട് പറഞ്ഞു. 2.5 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഉമ്മാന്ന് വിളിച്ചത്. അത് കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞ് വീട്ടിലോട്ട് തന്നെ പോന്നു. പിന്നെ ഫിസിയോ വീട്ടിൽ ചെയ്യിച്ച് ഇടയ്ക്ക് നിന്ന്. അപ്പോൾ ആകെ വിഷമമായി, പഴയതൊക്കെ ബുദ്ധിമുട്ടായി. പിന്നെ അപ്പോഴാണ് എൻ്റെ സഹോദരൻ പറഞ്ഞറിഞ്ഞിട്ട് ഇവിടേക്ക് വന്നത്. ഞാൻ ഡോക്ടർ സിജു വിജയൻ. എനിക്ക് സ്പൈനൽ മസ്കുലാർ അട്രോഫി എന്നൊരു ജനിതക രോഗമാണ് ബാധിച്ചിരിക്കുന്നത്. ഇത് എൻ്റെ 5ാമത് വയസ്സിലാണ് ആദ്യമായി കണ്ടു തുടങ്ങിയത്. ഒരു ഫിറ്റ്സ്, പനി അതിൻ്റെയൊക്കെ രൂപത്തിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ ആ ഡോക്ടർക്കുണ്ടായ എന്തോ ഒരു സംശയത്തിൻ്റെ പേരിൽ ഒന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ് വരെ പോകണമെന്നും മസിൽ ബയോപ്സി ചെയ്യണമെന്നും പറഞ്ഞു. അങ്ങനെയാണ് ആദ്യം മസ്കുലാർ അട്രോഫി എന്ന് മാത്രം ഒരു റിപ്പോർട്ട് കിട്ടുകയും
അതിനെ അലോപ്പതിയിൽ പ്രത്യേകിച്ച് മരുന്നുകളൊന്നും ഇല്ലെന്ന്, ഫിസിയോതെറാപ്പി മാത്രമാണ് അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതെന്നും പറഞ്ഞു. അതിനുശേഷം ഞാൻ ഡിഗ്രി കഴിഞ്ഞു. 2001 ഇയറിൽ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വീണ്ടും ഒരിക്കൽ കൂടി ബയോപ്സി ചെയ്തു. അതിലാണ് അവർ സ്പൈനൽ മസ്കുലാർ അട്രോഫി എന്ന പുതുതായി രോഗനിർണയം നടത്തിയത്. തുടർന്ന് എനിക്ക് കുറച്ച് നാൾ ചികിത്സയിൽ നിന്ന് വിട്ട് നിൽക്കേണ്ടി വന്നു. ഞാൻ എൻട്രൻസ് കിട്ടി തിരുവനന്തപുരം ഹോമിയോ മെഡിക്കൽ കോളേജിലേക്ക് പോവുകയും തിരിച്ച് വന്ന് വീട്ടിലൊരു ക്ലിനിക്ക് തുടങ്ങി. മഹാരാജാസ് കോളേജിൽ ഒരു പ്രൊഫസർ എന്നെ പഠിപ്പിച്ച ടീച്ചർ കൂടിയായ ജമീല ടീച്ചറിൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ ആൽഫയിലെത്തുന്നത്. എൻ്റെ പേര് രഞ്ജിത്ത്, വൈപ്പിൻ സ്വദേശമാണ്. എനിക്ക് ഈ അസുഖം 15ാമത്തെ വയസ്സിലാണ് വന്നത്. CPK സിറം ടെസ്റ്റ് ചെയ്ത് ബ്ലഡ് കൗണ്ട് കൂടി അസുഖം കണ്ടുപിടിച്ചത്. പിന്നെ മസിൽ തളർന്ന് കിടക്കണം, ക്രോസിംഗ് മയോപ്പതി എന്നാണ് ഈ അസുഖത്തിൻ്റെ പേര് പറഞ്ഞത്. പിന്നെ ആയുർവേദം, ഹോമിയോ, ഇംഗ്ലീഷ് ഇതൊക്കെ മരുന്ന് കഴിച്ചിട്ടുണ്ട്. ഈ അസുഖം കൊണ്ട് സ്റ്റെപ്പ് കയറാൻ പറ്റില്ല, പിന്നെ ഓടാൻ പറ്റില്ല, മര്യാദക്ക് നടക്കാൻ പറ്റില്ല. എന്തെങ്കിലും കാലിൻ്റെ അടിയിൽ അപ്പം വീണ നിലത്ത് വീഴും. ചികിത്സയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടൊന്നുമില്ല. പിന്നെ ചേച്ചിക്കും ഈ അസുഖം തന്നെയാണ്, എന്നെക്കാളും കൂടുതലാണ്. ചേച്ചിക്ക് 12 വർഷമായി ഈ അസുഖം തുടങ്ങിയിട്ട്. എനിക്ക് 10 വർഷവും. ചേച്ചി നടക്കൂല, വീൽ ചെയറിൽ തന്നെയാണ്, വീടിൻ്റെ അകത്ത് മാത്രം. എൻ്റെ അനിയൻ്റെ കൂട്ടുകാരൻ ചേട്ടനുണ്ട്. ആ ചേട്ടൻ വഴി വക്കീൽ സാറും പിന്നെ രാജേഷ് സാറും കൂടെ വന്ന് കണ്ട് ആൽഫയിൽ നിന്ന് പിന്നീട് ഞങ്ങളുടെ വീട്ടിലേക്ക് ഡോക്ടറെ കൊണ്ടുവന്നു. അങ്ങനെ ഡോക്ടർ തീരുമാനിച്ചത് പ്രകാരം ഇങ്ങോട്ട് വന്നു. എൻ്റെ പേര് മൈമൂന, 52 വയസ്സ്. മുരിങ്ങയില പറിക്കാൻ കയറിയതാണ് ടെറസിൻ്റെ മുകളിൽ. തലയും കുത്തി താഴോട്ട് വീണു. മുരിങ്ങയിലമ്മ പിടിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. വീണതും ഇതൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അപ്പുറത്തെ വീട്ടിലുള്ള ആൾക്കാർ വന്ന് എന്നെ ആസ്പത്രി കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ 10% ഉറപ്പ് പറഞ്ഞോളൂ. ഓപ്പറേഷൻ ചെയ്ത് എനിക്ക് ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല. ഓപ്പറേഷൻ ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ സംസാരിക്കാൻ തുടങ്ങി. പിന്നെ എന്നെ നോക്കണതും എന്നെ സംരക്ഷിക്കണമൊക്കെ എൻ്റെ ഭർത്താവാണ്. എന്നെ നല്ലോണം നോക്കണുണ്ട്. എൻ്റെ നാട് പാലായ. ഭാര്യയും 3 മക്കളും പെൺപിള്ളേരാ, കെട്ടിച്ചു വിട്ടു. ഞാൻ ഒരു ദിവസം വീട്ടിലോട്ട് വീട്ടിലോട്ട് പോകുന്ന വഴി സ്റ്റെപ്പിൽ തട്ടി താഴോട്ട് വീണതാണ്. ഒരു 7 പൊക്കമേ ഉള്ളൂ. അവിടുന്ന് കീഴോട്ട് പോയി. അവിടെ വീണ് തലയും കുത്തിയാണ് വീണത്. ഓർമ്മ വിട്ടുപോയി. എന്നിട്ട് തന്നെ പാലാശുപത്രി കൊണ്ടുവന്നു. അവിടെ ചെന്ന് മെഡിക്കൽ കോളേജിന് കൊണ്ടുപോക്കാൻ പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ കൊണ്ടുചെന്നു. പിറ്റേ ദിവസമായപ്പോൾ ബോധം വീണു. MRI എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞത് രക്ഷയില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പം വീട്ടിൽ പോയി ഫിസിയോതെറാപ്പി മാത്രം കൊണ്ട് രക്ഷപ്പെടുള്ളൂ എന്ന് പറഞ്ഞു. കൈയും കാലും ഒക്കെ അങ്ങോട്ട് കൂടിപ്പോയായിരുന്നു. കാല് കൈ എല്ലാം ഉറച്ചങ്ങ് പോയി അങ്ങോട്ട്. പിന്നെ ആ കിടപ്പ് 1.5 വർഷം അങ്ങനെ കിടന്നു. എൻ്റെ പേര് ഹസീന, ഭർത്താവിൻ്റെ പേര് റഫീഖ്, എൻ്റെ മകൻ മുഹമ്മദ് റയാൻ. വാക്കം ഡെലിവറി ആയിരുന്നു. അപ്പം വാക്കം സ്ലിപ്പായി വയറ്റിലേക്ക് തന്നെ ഒഴിഞ്ഞു പോയി.
പിന്നെ സിസേറിയൻ ചെയ്തെടുത്തപ്പോൾ ഓക്സിജൻ കിട്ടാതെ വന്നതാണ്. ഇങ്ങനൊന്നും അറിയില്ലായിരുന്നു. അവൻ പ്രസവിച്ച ഉടനെ കരഞ്ഞിട്ടില്ലായിരുന്നു. വെന്റിലേറ്ററിൽ 6 ദിവസം ഇട്ടത്. പിന്നെ 1 മാസം ICUവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ്. പിന്നെ അവിടെ 1 മാസം അഡ്മിറ്റായി. പിന്നെ അവൻ ചെറുതായിട്ട് കരയാൻ തുടങ്ങിയപ്പോൾ ഡിസ്ചാർജ് ചെയ്തു. പിന്നെ വേറെ നാട്ടിൽ വന്ന് വേറൊരു ഡോക്ടർക്ക് കാണിച്ചു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു മോന് ഫിക്സ് തുടർച്ചയായിട്ട് വരാൻ സാധ്യതയുണ്ട്, പിന്നെ ചികിത്സ ഫിസിയോതെറാപ്പി മാത്രമേ ഉള്ളൂ എന്ന്. അപ്പം ഞങ്ങൾ അടുത്ത ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഫിസിയോതെറാപ്പി ചെയ്തു. പിന്നെ ആൽഫയിലേക്ക് വന്നു. മെഡിക്കൽ കോളേജിൽ പിന്നെ ഞങ്ങൾ പോയിട്ടില്ല. അവരുടെ അടുത്ത് പറ്റിയൊരു കയ്യബദ്ധമാണിത്. പിന്നെ ഇങ്ങനെ ഒന്നാണെന്ന് ഞങ്ങൾ അറിയില്ലായിരുന്നു. അന്നേരം കരഞ്ഞാൽ മതി എന്നൊക്കെ വിചാരിച്ചു. വീട്ടിൽ പോയതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ അറിയുന്നത്. അവർ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞ് കുട്ടീനെ നല്ല രീതിയിൽ തിരിച്ച് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഒപ്പിട്ട് മേടിച്ചത്. അപ്പോൾ പിന്നെയാണ് ഞങ്ങൾ അറിയുന്നത് ഇങ്ങനെ. I am P.S. Sukumaran. I am the president of Alpha Pain Clinic, Cochin. Palliative care neither intends to hasten nor postpone death, but focuses on ensuring the best quality of life for the patient till the very end. ആൽഫയിൽ ഒരു രോഗി വരുമ്പോൾ നമ്മൾ ആ രോഗിയെ വ്യക്തിയായി കാണുകയും ആ വ്യക്തിയിലേക്കും ആ വ്യക്തിയുടെ കുടുംബത്തിലേക്കും നമ്മൾ ഇറങ്ങിച്ചെല്ലുകയും ചെയ്യുന്നു. ആൽഫയുടെ ഹോം കെയറിലൂടെ അതാണ് ചെയ്യുന്നത്. ആ വ്യക്തിയുടെ കുടുംബത്തിൽ നിന്ന് എന്തെല്ലാമാണോ മിസ്സായത്, സ്നേഹം, കാരുണ്യം, ഇതെല്ലാം എന്തൊക്കെയാണോ മിസ്സായത് അതെല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നു. എൻ്റെ അമ്മയുടെ പേര് മേരി. അമ്മയ്ക്ക് ഞങ്ങൾ 5 പെൺകുട്ടികളാണ്. അമ്മയുടെ വീട്ടിൽ എൻ്റെ 2ാമത്തെ സിസ്റ്ററിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് സർജറി കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് വാട്ട് ഡോക്ടേഴ്സ് ടോൾഡ് വാസ് ഇത് അമ്മച്ചി ഈസ് ഇൻ ദ ലാസ്റ്റ് സ്റ്റേജസ്. അമ്മച്ചീനെ ഞങ്ങൾക്ക് തന്നെ ശുശ്രൂഷിക്കണം എന്നുള്ള ഇതിലാണ് ഞങ്ങളപ്പോൾ വീട്ടിൽ തന്നെ എങ്ങനെ ചെയ്യാം എന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു വളരെ സ്നേഹമുള്ളൊരു നെയ്ബർ ആൽഫയെ പറ്റി ഞങ്ങളോട് പറഞ്ഞത്. അമ്മയുടെ ഇപ്പോഴത്തെ ഒരു രോഗാവസ്ഥയിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് അമ്മയുടെ വീട്ടിൽ തന്നെ നിന്ന് നല്ല ശുശ്രൂഷ കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു ഇതാണ്. ഞങ്ങളും അതിൽ സാറ്റിസ്ഫൈഡ് ആണ്. മേരി സേവ്യർ എന്ന ഈ രോഗിക്ക് CNS ലിംഫോമ എന്ന അപൂർവമായ രോഗമാണ്. അതിനുവേണ്ടി തലച്ചോറിലൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് ഏതാണ്ട് 1.5 മാസത്തോളം സാധാരണ ഹോസ്പിറ്റലിൽ വാസം കഴിഞ്ഞ് തിരിച്ചയക്കണ സമയത്ത് ഇനി ഈ രോഗിയെ എങ്ങനെ പരിചരിക്കണം എന്നുള്ള വലിയൊരു ചോദ്യചിഹ്നം അതിൻ്റെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന വ്യക്തി, ഈ രോഗിയുടെ ബന്ധുക്കൾ, ഇതെല്ലാം കൂടിയുള്ള ഒരു വളരെ വേദനാജനകമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ് ആൽഫ പെയിൻ ക്ലിനിക് അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തകർ വന്നു ചേരുന്നത്. ഇങ്ങനെയുള്ളൊരു രോഗിയെ ഏത് വിധത്തിലാണ് ചികിത്സിക്കേണ്ടത് എന്നുള്ളതിന് വ്യക്തമായ ഒരു ഉത്തരമാണ് സാന്ത്വന ചികിത്സ. ഒരു വ്യക്തിയാണ് ഞങ്ങൾ ചികിത്സിക്കുന്നത്. ആ വ്യക്തിയിലുള്ള രോഗത്തിനെയാണ് ഞങ്ങൾ ചികിത്സിച്ച് മാറ്റാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും
ചികിത്സിച്ച് അവരുടെ മരണം വരെ ആ വ്യക്തിയും വ്യക്തിയുടെ കുടുംബാംഗങ്ങളുടെയും കൂടെ നിന്ന് അവർക്ക് വേണ്ട സാന്ത്വനമേകുന്നത്. ഞാൻ ആൽഫ ക്ലിനിക്കിൽ വന്ന് ജോലി ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു വിഭാഗം ജനങ്ങളുണ്ടെന്ന് അറിയുന്നത്. ഞാൻ ഇന്നൊരു വീട്ടിൽ പോയി. അവിടെ പ്രായമായ ഒരു അപ്പച്ചനും അമ്മച്ചിയും, ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക്, പക്ഷേ നോക്കാനായിട്ട് ആരുമില്ല. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നോക്കാനുള്ള ശേഷി ഈ അമ്മയ്ക്കില്ല. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിനെ ക്ലീൻ ചെയ്ത് സാധാരണ വിധത്തിലേക്ക് ആക്കാൻ അമ്മ ഒരുപാട് പാടുപെടുന്നു. ഈ ഒരു അവസ്ഥയിൽ സമൂഹത്തിന് എന്ത് സാന്ത്വനമാണ് നൽകാൻ സാധിക്കുക എന്നതിനെപ്പറ്റി നമ്മളൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. മൈമുന നമ്മുടെ ആൽഫയിൽ രജിസ്റ്റർ ചെയ്തത് കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിലായിരുന്നു. ആ സമയത്ത് ഞാനും ഷെഫീഖ് സാർ കൂടി ഇവിടെ വന്ന് കാണുമ്പോൾ മൈമുന ഈ ബെഡിൽ കിടക്കുകയായിരുന്നു. തുടർന്ന് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം, അതായത് ഒരു മാസത്തിൽ 4 തവണ എല്ലാ മാസവും വീട്ടിൽ വിസിറ്റ് ചെയ്യുമായിരുന്നു. ആദ്യമായിട്ട് വന്ന സമയത്ത് മൈമുന സ്വന്തം ഇരിക്കാനോ പിടിച്ച് നടക്കാനോ നിൽക്കാനോ ഒരു ശേഷിയില്ലായിരുന്നു. ഒരു 2 മാസത്തിന് ശേഷം മൈമുനയ്ക്ക് സ്വന്തമായിട്ട് ഇരിക്കാനും പിടിച്ച് നിൽക്കാനുമുള്ള കഴിവ് കിട്ടി. 2012 സെപ്റ്റംബറിലാണ് നമ്മൾ ആദ്യമായിട്ട് IP തുടങ്ങിയത്. IP തുടങ്ങിയപ്പോൾ ആദ്യത്തെ പേഷ്യൻ്റായി നമ്മൾ എടുത്തത് മൈമുനയാണ്. മൈമുനെ എടുത്തത് കമ്മ്യൂണിറ്റി ബേസ്ഡ് റീഹാബിലിറ്റേഷൻ, അതായത് സമൂഹത്തിലേക്ക് പുനരധിവസിപ്പിക്കുക എന്ന മഹത്തായ ഒരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. അതിന് ഏറ്റവും മികച്ചൊരു പേഷ്യൻ്റായി ഞാൻ മൈമുനെ കണക്കാക്കുന്നു. മൈമുന അത് വേണ്ട രീതിയിൽ ചെയ്യുകയും ചെയ്തു. സാധാരണ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതിൽ ഒത്തിരി വ്യത്യാസമുണ്ട് പാലിയേറ്റീവിൽ വർക്ക് ചെയ്യുമ്പോൾ. പേഷ്യൻറ്റിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീടിൻ്റെ അവസ്ഥ, വീട്ടിലെ ആളുകൾ ആ പേഷ്യൻറ്റിനോട് എങ്ങനെ പെരുമാറുന്നു, പേഷ്യൻറ്റിൻ്റെ എക്കണോമിക്കൽ സ്റ്റാറ്റസ്, പേഷ്യൻറ്റിന് എന്തെങ്കിലും മാനസികമായിട്ട് എന്തെങ്കിലും വിഷമമുണ്ടോ, അത് നമ്മൾ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. ഒരു വീട്ടിലെ ആളെപ്പോലെ അതിനനുസരിച്ച് നമുക്ക് കെയർ കൊടുക്കാൻ പറ്റും. ഹോം കെയർ പോകുമ്പോൾ നമുക്ക് രോഗികളായിട്ട് കുറേ സമയം ചിലവഴിക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ ആ കുടുംബത്തിലെ ഒരംഗത്തെ പോലെ ആ അപ്പച്ചനെയോ അമ്മച്ചിയെയോ കാണുകയും അവരോട് സംസാരിക്കുകയും അവരുടേതാണ് എന്നൊരു തോന്നൽ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സേവനമല്ല അവരുടെ അവകാശമാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് എന്നൊരു തോന്നൽ അവർക്കുണ്ടാകുമ്പോൾ, നമ്മളോട് അവരുടേതായ വിഷമങ്ങൾ, അവർക്ക് എന്താണോ ചെയ്യാനുള്ളത്, അവരുടെ വിഷമങ്ങൾ എന്താണോ അത് നമ്മളോട് തുറന്നു പറയാൻ അവർ കൂടുതൽ ഇഷ്ടം കാണിക്കും. അതാണ് ആ ഒരു സക്സസ് ആണ് നമ്മളുടെ പാലിയേറ്റീവ് കെയറിൽ ഏറ്റവും കൂടുതൽ ഹോം കെയർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേര് അനിൽകുമാർ. ഞാൻ ആൽഫ പെൻ ക്ലിനിക്കിലെ കമ്മ്യൂണിറ്റി റിലേഷൻ ഓഫീസറാണ്. എൻ്റെ പേര് ജസ്മൽ, വീട് ആലുവയിലാണ്. ഞാനിവിടെ ആൽഫ പെയിൻ ക്ലിനിക്കിൽ കമ്മ്യൂണിറ്റി റിലേഷൻ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ ഉദ്ദേശലക്ഷ്യം എന്നുള്ളത് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ കൂടുതലായി കുട്ടികളിൽ എത്തിക്കുക എന്നതാണ്. മെയിനായും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികൾക്ക് പാലിയേറ്റീവ് കെയറിനെ പറ്റിയുള്ള ബോധവൽക്കരണം നൽകുകയും അവരുടെ പൂർണ്ണ പങ്കാളിത്തം പാലിയേറ്റീവ് കെയറിൽ
ഉൾക്കൊള്ളിക്കുകയും ചെയ്യുന്നതെന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം. കാരണം കുട്ടികൾക്ക് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ വളരെ പ്രാധാന്യമുണ്ട്. അവർക്ക് വരും തലമുറയെ പൂർണ്ണമായിട്ട് പരീക്ഷിച്ച് സംരക്ഷിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ആൽഫ പെയിൻ ക്ലിനിക്ക് ചികിത്സാ ചെലവുകളെല്ലാം തന്നെ വളരെ സൗജന്യമായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളിൽ നിന്നുള്ള അവരുടെ സാമ്പത്തിക പങ്കാളിത്തവും സാമൂഹ്യ പങ്കാളിത്തത്തോടൊപ്പം തന്നെ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. കുട്ടികളിൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസം ഒരു കുട്ടി 1 രൂപ വെച്ച് നിക്ഷേപിക്കുക. ആ ഒരു 100 രൂപയാകുമ്പോൾ അതൊരു വ്യക്തിക്ക് കുട്ടികളെ കൊണ്ട് തന്നെ കൊടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. രോഗിയോ അല്ലെങ്കിൽ രോഗിയുടെ അടുത്ത ബന്ധുവോ അവരുടെ ഫ്രണ്ട്സോ ആൽഫയിൽ വന്ന് രോഗിയുടെ വിവരങ്ങൾ നൽകണം. പ്രധാനമായി രോഗിയുടെ പേര്, വയസ്സ്, വീട്ടിലേക്കുള്ള കൃത്യമായ വഴി, ഫോൺ നമ്പർ, അവൈലബിളായ മെഡിക്കൽ റിപ്പോർട്ടുകൾ എന്തെങ്കിലും ആൽഫയിൽ കൊണ്ട് കാണിക്കണം. തുടർന്ന് 2-3 ദിവസത്തിനുള്ളിൽ ഇവിടെ നിന്ന് ഡോക്ടേഴ്സും സിസ്റ്റേഴ്സും അവരുടെ വീട് വിസിറ്റ് ചെയ്യുന്നതായിരിക്കും. രോഗിയെ പരിശോധിക്കും. അതിനുശേഷമാണ് നമ്മൾ നിശ്ചയിക്കുന്നത് രോഗി ഏത് തരത്തിലാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഇവിടെ ഞാൻ വന്നത് ആംബുലൻസല്ല കിടത്തിക്കൊണ്ടാണ് വന്നത്. ബെഡേ കിടത്തണമെങ്കിൽ 2 പേര് വേണം. അങ്ങനെ സാറ് വിതൃതപ്പി തുടങ്ങി. ഞാൻ ഈ കൂടി ഇരിക്കുമായിരുന്നു. കാലും കയ്യും എല്ലാം ഈ ഒട്ടിപ്പിടിച്ചിരിക്കുമായിരുന്നു. ഒരാഴ്ച 2 ആഴ്ച ആയപ്പോഴത്തേനും കാലും കയ്യും എല്ലാം കൂടെ അയഞ്ഞ് നല്ല ഒരു ശരീരത്തിനെല്ലാം ഒരു ഉണർവ് കിട്ടി, ഒരു സന്തോഷമായി. അപ്പം ആ പിടുത്തമൊക്കെ അങ്ങ് മാറി കിട്ടി. സാറ് കട്ടിലെ നേപ്പിച്ച് ഒരു തോർത്ത് കെട്ടി വെച്ചിട്ട് സാർ ഒറ്റയ്ക്ക് എന്നെ പിടിച്ച് മുറിയിലോട്ട് വിളിച്ചിട്ട് പോയി. സാറിൻ്റെ ഒറ്റ ഒരു കയ്യിൽ നിന്ന് ഞാൻ വീൽചെയറിൽ കയറണം എന്ന് പറഞ്ഞു. ഇനി പിടിച്ച് നടത്തിക്കൊണ്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് 1.5 വർഷം കൂടിയല്ല കാല് നിലത്ത് വെക്കുന്നത്. അപ്പം നിലത്ത് വെക്കുന്ന ഒന്നും അറിയത്തില്ല, കാലൊക്കെ പിരിഞ്ഞ് പോകും. അത് നമ്മൾ ലെവലാക്കി കൊടുത്ത് നടത്താൻ പഠിപ്പിക്കും. അങ്ങനെ 1 ആഴ്ച 2 ആഴ്ചയോളം 2 പേര് പിടിച്ച് നടത്തിച്ചു. അന്നേരം ഞാനിങ്ങനെ പിടിച്ചാലും സാറിൻ്റെ ഒരു പറച്ചിൽ നമ്മൾ ചെയ്തു പോകും. അത്രയും ഒരു സ്ട്രിക്റ്റായിട്ട് സാറ് നമുക്ക് പറ്റുമെന്നുള്ളതിനാണ് പറയുന്നത്. നമ്മൾ അങ്ങനെ ഞാൻ തന്നെ പിടിച്ച് നടത്തിക്കും. ഇപ്പം ചെയ്തതിന് ശേഷം ഇപ്പം പറഞ്ഞു ഒറ്റയ്ക്ക് നടക്കാൻ ശ്രമിക്കണം. സാറ് അങ്ങനെ നടത്തി ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴൊരു ദിവസം സാറ് ഒരു മുറിലോട്ട് ഇങ്ങോട്ട് പോരാറായി. 4-5 മണിയായപ്പോൾ പറയും വീട്ടിൽ മുറി പോകണ്ടേന്ന് ചോദിച്ചു. ഉടനെ സാറ് പറയാം എന്നാൽ ഏറ്റോളാൻ പറഞ്ഞു. അതുവരെ ഒന്നും ഏറ്റിട്ടൊന്നുമില്ല. ഞാൻ സാറല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞ് ഏറ്റങ്ങ് നിന്നു. അത് ഭയങ്കര അത്ഭുതമായിപ്പോയി എനിക്ക്. ആദ്യമായിട്ട് നിൽക്കുക. സാറിനും അത് ഇഷ്ടപ്പെട്ടു പോയി. അങ്ങനെ 1 പ്രാവശ്യം നിർത്തി, 2 പ്രാവശ്യം നിർത്തി, 3 പ്രാവശ്യം നിർത്തി, 5 പ്രാവശ്യം അങ്ങനെ സാറ് നിർത്തി. അപ്പോൾ എനിക്ക് ആത്മവിശ്വാസമായി ഞാൻ നടക്കും എന്നുള്ളത്. ആ സാറിൻ്റെ ഒരൊറ്റ കഴിവാണത്. സാറിന് മറക്കാൻ പറ്റിയല്ല. സാറ് പറഞ്ഞു എന്തിനാ ഈ കട്ടിലൊക്കെ പിടിച്ച് നിൽക്കുന്നത്, കൈ വിടാൻ പറഞ്ഞു. കൈ വിട്ട് നിൽക്കാറൊക്കെ ആയി എന്ന് സാറ് പറഞ്ഞു. ഏതായാലും സാറ് പറഞ്ഞാണല്ലോന്ന് പറഞ്ഞ് ഞാൻ കൈ വിട്ട് അങ്ങനെ നിന്നു. എൻ്റെ പോലെ സാറന്നേരം പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ഐശ്വര്യമായിട്ട് ആ വലത്ത് കാലെടുത്ത് ഒന്ന് മുന്നോട്ട് ഒന്ന് വെക്കാൻ പറഞ്ഞു. ഞാൻ സാറ് പറഞ്ഞതല്ലെന്ന് ഓർത്ത് ആദ്യമായിട്ട് സാറിൻ്റെ മനസ്സ് പോലെ തന്നെ ഞാൻ ആ കാലെടുത്തങ്ങോട്ട് മുന്നോട്ട് ഒരു ഇവിടെ വെച്ചു. 2ാമത്തെ കാലും അതുപോലെ തന്നെ എടുത്ത് വെച്ചു. സാറ് ഗുഡെന്ന് പറഞ്ഞു, വെരി ഗുഡെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സന്തോഷമായി, എനിക്കും സാറിന് സന്തോഷമായി. സാറിൻ്റെ ഏതായാലും ആ വാക്കും ആ മനസ്സ് പോലെ തന്നെയാണ്. ഇതാണ് ആൽഫയുടെ കിച്ചൺ. ഞങ്ങളുടെ ബൈസ്റ്റാൻഡേഴ്സായ അമ്മമാരും ചേച്ചിമാരും ചേർന്നാണ് ഓരോ ദിവസവുമുള്ള ആഹാരം ഇവിടെ പാകം ചെയ്യുന്നത്. അതിനായിട്ടുള്ള ആഹാരം നിർമ്മിക്കുന്നതിനുള്ള മറ്റ് വസ്തുക്കൾ ഇവിടുത്തെ വോളണ്ടിയേഴ്സോ അല്ലെങ്കിൽ മറ്റ് അഭ്യുദയകാംക്ഷികളോ ഓരോ ദിവസവും എത്തിക്കുകയാണ് ചെയ്യുന്നത്. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും നമുക്ക് ആവശ്യത്തിനുള്ള നല്ല രീതിയിലുള്ള ഭക്ഷണം ഇവിടെ നമുക്ക് സ്വന്തമായി പാകം ചെയ്ത് എടുക്കാവുന്നതാണ്. ആൽഫയുടെ എറണാകുളത്തെ പ്രവർത്തനത്തിൽ ഇപ്പോൾ എറണാകുളം ജില്ലയിലെ എറണാകുളം സിറ്റി കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഈ പ്രവർത്തനത്തിൽ വോളണ്ടിയർമാരുടെ കുറവ് നന്നായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. ക്ലിനിക്കിൽ വന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അവരുടെ ദൈനംദിന ജീവിതത്തിൽ വേണ്ട എല്ലാ കാര്യങ്ങളും വോളണ്ടിയർമാരാണ് നോക്കുന്നത്. ഭക്ഷണം ഉൾപ്പെടെ സൗജന്യമായി എറണാകുളം കേന്ദ്രത്തിന് നൽകാൻ സാധിക്കുന്നു. അതിനിപ്പോഴുള്ള വോളണ്ടിയർമാരുടെ സേവനം
ഒന്നുകൊണ്ട് മാത്രമാണ് അത് നടക്കുന്നത്. 10 മുറികളുള്ള ചികിത്സാ സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഫിസിയോതെറാപ്പി യൂണിറ്റുമുണ്ട്. അവർക്ക് വേണ്ടുള്ള ഭക്ഷണം എല്ലാം ആൽഫ സൗജന്യമായി ഒരുക്കുകയാണ്. അതിനുവേണ്ട വിഭവസമാഹരണം വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായി കൃത്യമായി നടക്കുന്നുണ്ട്. ഇവിടെ വരുന്ന വളണ്ടിയർമാർ റേഷൻ അരി സംഘടിപ്പിച്ച് ഇവിടെ എത്തിക്കുകയും ആ റേഷൻ അരി കൊണ്ട് ഞങ്ങൾ ഇവിടുത്തെ അന്തേവാസികളുടെ ആവശ്യം പൂർത്തീകരിക്കുകയും ചെയ്യുകയാണ്. വളണ്ടിയർമാരും അവരെ കാണാൻ വരുന്ന നല്ല മനസ്സുകളും ഓരോ വരവിലും എന്തെങ്കിലും പച്ചക്കറിയും പലചരക്ക് സാധനങ്ങളുമായിട്ട് വരുമ്പോൾ ഈ 10 കുടുംബങ്ങളിലേക്ക് വേണ്ട ഭക്ഷണത്തിൻ്റെ ആവശ്യങ്ങൾ ഇവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി വിപുലീകരിക്കാൻ ആൽഫ എറണാകുളം സെൻറ്ററിന് കൂടുതൽ വളണ്ടിയർമാർ ആവശ്യമുണ്ട്. ഈ ആവശ്യം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ്. ആൽഫയിൽ വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം തന്നെ സംഭവിച്ചിട്ടുണ്ട്. തിരക്കേറിയ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ജീവിതചര്യകളിൽ നിന്നും മാറി നിന്നുകൊണ്ട് മനുഷ്യസ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് സഹജീവികളോട് കരുണ കാണിച്ചുകൊണ്ട് അവരോട് സഹകരിച്ചുകൊണ്ട് ഏതൊക്കെ രീതിയിൽ ഒരു മനുഷ്യനെ പ്രവർത്തിക്കാം എന്നതിനെ പഠിപ്പിച്ചു തന്നത് ഈ ആൽഫ പെയിൻ ക്ലിനിക്കാണ്. എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമായിരിക്കാം എന്നെ ആൽഫയിൽ എത്തിച്ചത്. എൻ്റെ പിതാവ് വർഷങ്ങൾക്ക് മുമ്പ് 2 വർഷത്തോളം അടുപ്പിച്ച് കിടപ്പിലായിരുന്നു. ആ സമയത്ത് എൻ്റെ പിതാവിനെ സഹായിക്കുവാനും മറ്റുള്ള കാര്യങ്ങളിലും ഈ ആൽഫ പെയിൻ ക്ലിനിക്ക് പോലുള്ള ഒരു സംരംഭം തീർച്ചയായിട്ടും എൻ്റെ അറിവിലില്ലായിരുന്നു. ഭാഗ്യവശാൽ എനിക്ക് അദ്ദേഹത്തെ ചികിത്സിക്കാനും വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനും സാധിച്ചു. ആ ഒരു പ്രചോദനമായിരിക്കാം എന്നാൽ കഴിയുന്ന രീതിയിൽ ഇതേ രീതിയിൽ ഇവിടെ എത്തുന്നതും അല്ലാതെ വീടുകളിൽ കഴിയുന്നതുമായ രോഗികളെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ സഹായിക്കുവാനും പരിചരിക്കുവാനും കഴിയുക എന്നത് തീർച്ചയായും ഒരു ദൈവാനുഗ്രഹമാണ്. ഫിസിയോതെറാപ്പി യൂണിറ്റിനെ പുനർജനി എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇവിടെ ഭാഗികമായോ പൂർണ്ണമായോ തളർന്ന രോഗികളെയാണ് എടുക്കുന്നത്. സ്വാതന്ത്ര്യ ചികിത്സാ രംഗത്തെ എല്ലാ മേഖലയെയും കോർത്തിണക്കിയാണ് ആൽഫ പ്രവർത്തിക്കുന്നത്. ആൽഫയിൽ എത്തിപ്പെടുന്ന രോഗികളെ
ഒരിക്കലും ഒരു രോഗിയായിട്ടല്ല ആൽഫയിൽ കാണുന്നത്. അവരെ ഒരു ആൽഫയിലെ ഒരു കുടുംബാംഗം എന്ന നിലയിൽ മാത്രമാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇവിടെ ഒരു ഡോക്ടർ എന്ന നിലയ്ക്കോ ഒരു നേഴ്സ് എന്ന നിലയ്ക്കോ ഒരിക്കലും ഒരു രോഗിയോട് പെരുമാറുന്നില്ല. പകരം അവർ ഒരു സ്വന്തം വീട്ടിലെ ഒരു കുടുംബാംഗം എന്ന പോലെ, സ്വന്തം അച്ഛനെ പോലെയോ അമ്മയെ പോലെയോ സഹോദരിയെ പോലെയോ ആണ് നമ്മൾ രോഗികളെ ഇവിടെ കാണുന്നത്. എൻ്റെ ഹോമിയോപ്പതി പഠന ശേഷം ഞാൻ വീട്ടിലൊരു ക്ലിനിക്കൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന സമയത്താണ് എൻ്റെ മഹാരാജ് കോളേജിലെ ടീച്ചറും അവിടുത്തെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റും ആയിരുന്ന ജമീല മാഡം ഫിസിയോതെറാപ്പി ഇപ്പോൾ അങ്ങനെ കാര്യമായിട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് അവർ വോളണ്ടിയേഴ്സും മറ്റ് നേഴ്സുമാരുമായി വീട്ടിൽ വരികയും 2 ദിവസത്തിന് ശേഷം വന്ന് ഞാനിവിടെ അഡ്മിറ്റ് ആകുകയാണ് ചെയ്തത്. ഇവിടെ എത്തിയ അന്ന് മുതൽ ഫിസിയോതെറാപ്പി ആരംഭിക്കുകയും എനിക്ക് നല്ലൊരു മാറ്റം, ശരീരത്തിന് ഒരു ഉണർവും, ഹിപ്പിനൊക്കെ തീരെ ബലക്കുറവായിരുന്നു, പെട്ടെന്നൊക്കെ ഒരു തട്ടിക്കഴിഞ്ഞാൽ മറിഞ്ഞു വീഴുന്നൊരവസ്ഥയായിരുന്നു. എന്നൊക്കെ മാറി ഇപ്പോൾ എനിക്കൊന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ കഴിയുന്നുണ്ട്. നടപ്പിനും അത്യാവശ്യം വേഗത വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷമുള്ള ഒരു മാറ്റം അത് ശരിക്കും ഫീൽ ചെയ്തതുകൊണ്ട് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് എൻ്റെ ആഗ്രഹം. ആൽഫയിൽ വരുമ്പോൾ അവൻ തളർന്ന് മറ്റിലേക്ക് മലർത്തിയെടുക്കാനേ പറ്റും. ഇപ്പം കമന്ന് കിടത്താനും തല ചെറുതായിട്ട് ഉറച്ചിട്ടുണ്ട്, കരയാൻ തുടങ്ങി, അങ്ങനെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ചെറുതായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് അവൻ്റെ ഭാഷയിൽ. ആൽഫ ഒരു കുടുംബം പോലെയാണ്, എല്ലാവരും നല്ല ഹാപ്പിയാണ്. ആൽഫയിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഇത്ര ഹാപ്പിയായത്. ഞാൻ ഇവിടെ തനിച്ചാണ്, മോനെയും കൊണ്ട് ഇവിടെ തനിച്ചാണ് ഫിസിയോ ചെയ്യുന്നതെങ്കിലും തനിച്ചാന്നുള്ളൊരിത് അറിയുന്നില്ല. മോനെന്താ അസുഖം വന്നാലും എല്ലാവരും ഓടിയെത്തും. 3 മാസമാണ് ഇവിടെ അഡ്മിറ്റ്. ഞങ്ങളൊരു വർഷമായി. ഇത്രയും കിട്ടിയത് ചെയർമാൻ സാറൊരു ഇതുകൊണ്ടാണ്. എൻ്റെ മോൻ നടക്കുന്ന എനിക്ക് പ്രതീക്ഷ. ഒരു മാസത്തോളമായി ഞാൻ ഇവിടെ വന്നിട്ട് നടുവിന് ഇത്തിരി ബലം കിട്ടുന്നുണ്ട്. പിന്നെ ഒരു വശം എഴുന്നേക്കാൻ പറ്റുള്ളായിരുന്നു, അടുത്ത വശവും എഴുന്നേക്കാൻ സാധിച്ചു. പിന്നെ കൈക്ക് ഗ്രിപ്പ് കിട്ടാൻ സാധിക്കുന്നുണ്ട്. പിന്നെ കൈ ഇടയ്ക്ക് കുറച്ച് നേരം പൊക്കി നിർത്താൻ സാധിക്കുന്നുണ്ട്. പിന്നെ കൈക്ക് ചെറുതായിട്ട് ബലം കിട്ടിയിട്ടുണ്ട്. അത് ഇവിടെ വന്നിട്ടാണ് കിട്ടിയത്. ശക്തി സാറ് പേടിപ്പിക്കാറുണ്ട്, പേടിപ്പിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുകയും ചെയ്യും. പിന്നെ ഒരു വശം 50 പ്രാവശ്യമൊക്കെ എഴുന്നേൽപ്പിക്കും, 2 വശം 100 ആക്കും. പിന്നെ എപ്പോഴെപ്പോഴും ടയേർഡായോ എന്ന് ചോദിക്കും. ഞാൻ പറയും ടയേർഡായെങ്കിലും വന്നാലും കുഴപ്പമില്ല എന്നൊക്കെ പറയും. ഇപ്പോൾ പഴയ ഇത് നോക്കുമ്പോൾ ഒരുവിധം മെച്ചമായിട്ടാണ് നടക്കുന്നത്. ആദ്യമൊക്കെ ഇങ്ങനെ കാലം നടക്കാത്ത ഇതായിട്ടൊന്നും ഉണ്ടായില്ല. അന്നത്തേക്കും നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ട്. അതെനിക്ക് പറയാനുണ്ട്. അസുഖം മാറാൻ വേണ്ടി സാറ് പറഞ്ഞ അസുഖം ഒരുവിധമൊക്കെ മാറ്റിത്തരാമെന്ന് പറയുന്നത് ഇതിനുള്ള ഒരു മൈൻഡ് നമുക്കുണ്ട്. ദൈവസഹായത നടക്കും എന്നുള്ള പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. എഴുന്നേറ്റ് പതുക്കാൻ നിൽക്കും. എല്ലാ പുരോഗതി ഉണ്ടായിരുന്നു. കുറച്ച് മനസ്സിൽ തോന്നുന്നു സന്തോഷം. ഫിസിയോ ചെയ്തതിലും നല്ല നല്ല വ്യത്യാസങ്ങൾ വന്ന് പതുക്കെ പിടിച്ച് കടന്നു തുടങ്ങി. മുട്ടുകുത്തി അടക്കും. കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് പതുക്കെ നിൽക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. പതുക്കെ നിൽക്കണുണ്ട്. ഇനി ഇവിടുന്ന് നടന്നിട്ടേ ഞങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അങ്ങനെയാണ്. മോൻ നടത്തിയിട്ടേ ഞാൻ വരുള്ളൂ. എങ്ങനെയായാലും നടക്കണം. എനിക്ക് 60 വയസ്സായി. എൻ്റെ മോനൊന്നും നടന്നു കിട്ടിയെങ്കിലാണ് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുള്ളൂ. വന്ദേ മാതരം, വന്ദേ മാതരം. हम होंगे कामयाब, हम होंगे कामयाब, हम होंगे कामयाब एक दिन। हो मन में है विश्वास,
നേരത്തെ ഞാൻ പറഞ്ഞ ഒരുപാട് വേദന അനുഭവിക്കുന്നതിൻ്റെ ഇടയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടാവെന്ന് പറഞ്ഞത് ഇവരാണ്. ഇവരുടെ ഒരു അൾട്ടിമേറ്റ് സന്തോഷം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ നിമിഷങ്ങളാണ്. നമ്മളുടെ ലൈഫിൽ നമ്മൾ എത്രത്തോളം ബ്ലെസ്ഡ് ആണ് എന്നറിയുന്നത് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ളവരുടെ കൂടെ നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നതാണ്. പേഷ്യൻസിൻ്റെ ഒരു അൾട്ടിമേറ്റ് ഡ്രീം എന്ന് പറയുന്നത് കിടക്കുന്നവരാണെങ്കിൽ ഒന്ന് എഴുന്നേറ്റിരിക്കുക, അതേപോലെ ഇരിക്കുന്നവരാണെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക, അതേപോലെ തന്നെ നിൽക്കുന്നവരാണെങ്കിൽ ഒരു സ്റ്റെപ്പ് നടക്കുക. അതിനപ്പുറത്തേക്ക് ഇവർക്ക് ആഗ്രഹങ്ങളൊന്നുമില്ല. വലിയ വീടും അതേപോലെ കാറും കുറേ സ്വർണവും പൈസയും ഇതൊന്നുമല്ല നമ്മളുടെ ലൈഫിൽ അൾട്ടിമേറ്റ് എയിം. നമ്മളുടെ ചെറിയ ജീവിതമാണ്. ആ ജീവിതത്തിൽ നമ്മളെ കൊണ്ടോ നമ്മളുടെ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ആർക്കെങ്കിലും സന്തോഷവും സ്നേഹവും നമുക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ് ദാറ്റ് കൻ ഹാപ്പൻ ഇൻ യുവർ ലൈഫ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആൽഫയിലുള്ളവർ നിങ്ങളെപ്പോലെ ഒരുപാട് പേരുടെ സഹകരണം പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ ഫൈനാൻഷ്യലായിട്ടോ അതോ ഇവിടെ വന്ന് ഇവരോട് കുറച്ച് സ്നേഹത്തോടെ സംസാരിക്കുകയോ എന്ത് ചെയ്താലും ഇവർക്കത് സന്തോഷം തന്നെയാണ്.